90കളിലൊക്കെ വളർന്ന സിനിമാ പ്രേമികൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള തുടക്കത്തിൽ കാണിക്കുന്ന ക്രെഡിറ്റാണ് എഫക്ട്സ് മുരുകേഷ് എന്നത്. പിന്നീട് 2000 ഒക്കെ ആയപ്പോഴേക്കും ഈ ക്രെഡിറ്റിൻ്റെ ഉടമകൾ എഫക്ട്സ് അരുൺ സീനു എന്നൊക്കെ ആയിട്ട് മാറി. പറഞ്ഞു വരുന്നത്, ശബ്ദത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ പരീക്ഷണങ്ങളൊന്നും പൊതുവെ നടക്കാഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത്. ഏത് കാർ വന്ന് ഏത് മുറ്റത്ത് നിർത്തിയാലും സഡൻ ബ്രേക്ക് ശബ്ദവും, എല്ലാ ഇടിക്കും ഒരേ ഡിഷ്യും ശബ്ദവും, പല എഡിറ്റുകൾക്കും ഒരേ വൂഷ് വൂഷ് ശബ്ദവും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ദീപൻ ചാറ്റർജിയെ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന് ശബ്ദം കൊണ്ടൊരു ലോകം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് മലയാളിക്ക് കാണിച്ചു കൊടുത്തത് സാക്ഷാൽ പ്രിയദർശനായിരുന്നു. ടൂൾസ് ഓഫ് ദ ട്രേഡ് എന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമയിലെ ശബ്ദത്തെക്കുറിച്ചാണ്. ദീപൻ ചാറ്റർജിയുടെ ശിഷ്യനായ MR രാധാകൃഷ്ണനെ പോലെയുള്ളവർ അനന്തപത്രം പോലെയുള്ള സിനിമകളിലൂടെയും അമൽ നീരദ് സിനിമകളിലൂടെ തപസ് നായിക്കും മലയാള സിനിമയുടെ സൗണ്ടിങ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പൊതുവെ ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കുറച്ചെങ്കിലും പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നത് 2009 ഫെബ്രുവരിയിൽ ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മലയാളിയായ റസൂൽ പൂക്കുട്ടിക്ക് പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിങ്ങിനുള്ള ഓസ്കാർ ലഭിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. തുടർന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ സിനിമയിലെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെ വിപുലമാവുകയും സൗണ്ട് ഡിസൈന്, മിക്സിംഗ് എന്നിവയ്ക്ക് കുറച്ചുകൂടെ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. ഇൻഡസ്ട്രിയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന കുറച്ചുപേരുമായിട്ട് നടത്തിയ ചർച്ചകളിൽ നിന്ന് ശേഖരിക്കാൻ പറ്റിയ വിവരങ്ങൾ ഉപയോഗിച്ച് സിനിമയുടെ മേക്കിംഗ് ഭാഗങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഒരല്പം കൂടെ ഇൻസൈറ്റ് തരിക എന്ന ഉദ്ദേശത്തോടെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. പരമാവധി കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയതുണ്ടെങ്കിലോ അത് ഈ മേഖലയിൽ ഉള്ളവർ കമന്റ് ചെയ്ത് തിരുത്തിയാൽ അത് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഗുണകരമായിരിക്കും. ഒരു സിനിമയിൽ സൗണ്ടിന്റെ യാത്ര എവിടെ തുടങ്ങുന്നു എന്ന് നോക്കാം. ഐഡിയലി ഒരു സിനിമയുടെ തിരക്കഥ പൂർത്തിയാകുന്ന ഘട്ടം തൊട്ട് പ്രധാന ടെക്നീഷ്യൻസ് ഇൻവോൾവ് ആകുമ്പോൾ തന്നെ ഭാഗമാകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. നിർഭാഗ്യവശാൽ ചുരുങ്ങിയ അവസരങ്ങളിൽ ശബ്ദത്തിന്റെ പ്രാധാന്യം അറിയുന്ന സംവിധായകരുടെ സിനിമകളിൽ മാത്രമേ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാകാറുള്ളൂ. പല സിനിമകളും നമ്മുടെ നാട്ടിൽ അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ പോസ്റ്ററിൽ ഉണ്ടാകുമെങ്കിലും സൗണ്ട് ഡിസൈനറിന്റെ പേര് വല്ലപ്പോഴുമേ കാണാറുള്ളൂ. ഭൂരിഭാഗം പടങ്ങളും ആലോചനാ ഘട്ടത്തിൽ സൗണ്ടിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് കൊണ്ടാണിത്. ഒരു സീൻ വായിക്കുമ്പോൾ അതിന്റെ സൗണ്ട് സ്കേപ്പ് മനസ്സിലാക്കുമ്പോൾ ഒരു സൗണ്ട് ഡിസൈനർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഒരുപക്ഷെ സീനിന് കുറച്ചുകൂടെ ഒതന്റിസിറ്റി കൊടുക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു പ്രോപ്പ് പ്ലേസ് ചെയ്യാനായിരിക്കാം അത്. അതുപോലെ സിങ് സൗണ്ട് സിനിമകൾ ചെയ്യുമ്പോൾ മൈക്കുകൾ ദേഹത്തോ ഡ്രസ്സിലോ ക്ലിപ്പ് ചെയ്യുന്നത് കൊണ്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ മെറ്റീരിയൽ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല രീതിയിലുള്ള റെക്കോർഡിംഗ് നടക്കണമെങ്കിൽ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിലും സെറ്റ് ഡിസൈൻ ചെയ്യുന്നതിലും സൗണ്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായിട്ട് സിനിമയിലെ സൗണ്ട് പ്രോസസ്സിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഡയലോഗുകൾ റെക്കോർഡ് ചെയ്യുന്ന ഭാഗം. അതിലൊരു രീതി പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിംഗ്, പൊതുവെ നമ്മൾ സിങ് സൗണ്ട് എന്ന് വിളിക്കുന്ന സംഭവം. രണ്ടാമത്തേത് ADR, ഓട്ടോമേറ്റഡ് ഡയലോഗ് റീപ്ലേസ്മെന്റ് എന്ന നമ്മൾ ഡബ്ബിംഗ് എന്ന് പൊതുവെ വിളിക്കുന്ന പരിപാടി. രണ്ടാം ഘട്ടം വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, സൗണ്ട് ഡിസൈൻ. സിനിമയുടെ എഡിറ്റിംഗ് പൂർത്തിയായ ശേഷം ആരംഭിക്കുന്നതാണിത്. ഡയലോഗും മ്യൂസിക്കും അല്ലാതെ നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദവും സിനിമയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഈ ഭാഗത്താണ്. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് സൗണ്ട് മിക്സിംഗ്. ലളിതമായിട്ട് പറഞ്ഞാൽ ഏതൊക്കെ ശബ്ദം ഏതൊക്കെ സ്പീക്കറിൽ കൂടെ കേൾക്കണം, ഏത് ശബ്ദത്തിനും പ്രാധാന്യം കൊടുക്കണം മുതലായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അവിടെയാണ്. ഇനി ഓരോന്നിലേക്കും വിശദമായിട്ട് കിടക്കാം. ഒന്നാം ഘട്ടം ഡയലോഗുകൾ ഒപ്പിയെടുക്കുന്നതാണ്. ഇന്നും മലയാളത്തിലെ ഭൂരിഭാഗം സിനിമകളും ഡബ്ബിംഗ് ആണെങ്കിലും ഒരു സൈഡിലൂടെ ഒരു വിഭാഗം സംവിധായകർ നമ്മൾ സിങ് സൗണ്ട് എന്ന് വിളിക്കുന്ന സൗണ്ട് റെക്കോർഡിംഗ് രീതി ഉപയോഗിക്കുന്നുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളോട് ചോദിച്ചാലും അവർക്കെല്ലാം ഇഷ്ടമുള്ള ഡയലോഗ് സോഴ്സ് സിങ് സൗണ്ട് എന്ന് വിളിക്കുന്ന പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിംഗ് ആണെന്ന് കാണാൻ സാധിക്കും. അതിന്റെ കാരണം ഒരു അഭിനേതാവിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് സ്ക്രീനിൽ കിട്ടുന്നത് സിങ് സൗണ്ട് ഉപയോഗിക്കുമ്പോഴാണ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിങ്ങനെയുള്ള ഈ മേഖലയിലെ അധികായന്മാർക്കൊക്കെ പെർഫോമൻസ് ഡബ്ബിങ്ങിൽ അതേ മികവോടെയോ അതിലും മികച്ചതായിട്ടോ പുനഃസൃഷ്ടിക്കാനുള്ള കഴിവുള്ളൂ. ഭൂരിഭാഗം നടീനടന്മാർക്കും ലൊക്കേഷനിൽ കൊടുത്ത പെർഫോമൻസിലെ സെയിം ഡയലോഗ് ഡെലിവറി ഡബ്ബിങ്ങിൽ പുനഃസൃഷ്ടിക്കാൻ കഴിയാറില്ല. പലപ്പോഴും അവർ മറ്റൊരു സിനിമയിൽ മറ്റൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നതിന്റെ നടുവിലായിരിക്കും വേറെ ഒരു സിനിമയ്ക്ക് ഡബ്ബിംഗ് ചെയ്യുന്നത്. സോ എന്താണ് പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിംഗ്? നടീനടന്മാർ അഭിനയിക്കുമ്പോൾ ലൊക്കേഷനിൽ കൊടുക്കുന്ന പെർഫോമൻസിന്റെ ശബ്ദം അവിടെ തന്നെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയാണ് പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിംഗ്. പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിംഗ് ഉള്ള സിനിമയുടെ സെറ്റിൽ വളരെയധികം ഡിസിപ്ലിൻ ആവശ്യമാണ്. സീനിൽ ആവശ്യമുള്ളതല്ലാത്ത ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകാനേ പാടില്ല. തൻ്റെ കരിയറിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വൃത്തിയിൽ ശബ്ദം ഒപ്പിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തെ ഹോളിവുഡ് റിപ്പോർട്ടറിൻ്റെ ടെക്നീഷ്യൻസ് റൗണ്ട് ടേബിളിൽ റസൂൽ പൂക്കുട്ടി സംസാരിച്ചിരുന്നു. ഷൂട്ട് നടക്കുന്ന സ്ഥലത്തിന് കുറച്ച് അകലെയുള്ള വീട്ടിലെ കുട്ടി കരയാതിരിക്കാൻ പാലും ബിസ്ക്കറ്റും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേ അഭിമുഖത്തിൽ പ്രശസ്ത ഛായാഗ്രാഹകനായിട്ടുള്ള സുദീപ് ചാറ്റർജി പൂക്കുട്ടിയുമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയുന്ന വേറൊരു കഥ, ഒരിക്കൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് മൊസ്കിറ്റോ റെപ്പല്ലൻസും ബിസ്ക്കറ്റുകളും ചോദിച്ചു എന്നാണ്.
ആദ്യത്തേത് സെറ്റിലുള്ളവർ കൊതുകിനെ അടിച്ച് കൊല്ലുന്നതിന്റെ ശബ്ദം വരാതിരിക്കാനും, ബിസ്ക്കറ്റ് തെരുവിലെ പട്ടികളെ ശാന്തരാക്കാനും വേണ്ടിയിട്ടായിരുന്നു. കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ബൂട്ടിലും ഷൂയിലുമെല്ലാം ഹഷ് ഹീൽസ് ഉപയോഗിച്ച് നടക്കുമ്പോഴുള്ള ടാപ്പ് ടാപ്പ് ശബ്ദം ഇല്ലാതാക്കുന്ന പരിപാടി സിങ് സൗണ്ട് സിനിമകളിൽ ചെയ്യാറുണ്ട്. നല്ല നിലവാരമുള്ള മൈക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിംഗ് ചെയ്യുന്ന വ്യക്തി ഈ ശബ്ദങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത്. പല തരത്തിലുള്ള ലാപ്പൽ മൈക്കുകളും ബൂം മൈക്കുകളുമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള മൈക്കുകൾ അഭിനേതാക്കളുടെ ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്തിട്ടോ സെറ്റിലെ പ്രോപ്പർട്ടികളുടെ പിറകിലൊക്കെ ഒളിപ്പിച്ചിട്ടോ ഒക്കെ ആയിരിക്കും ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത്. ഒരു നല്ല പ്രൊഡക്ഷൻ സൗണ്ട് മിക്സറിന് അവർ ഏത് സാഹചര്യത്തിലാണ് റെക്കോർഡിംഗ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവും. സാഹചര്യങ്ങൾ നോക്കി ഏറ്റവും മികച്ച ഓഡിയോ ഫുട്ടേജ് ലഭിക്കാൻ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലപ്പോൾ പ്രൊഡക്ഷൻ സൗണ്ട് മിക്സർമാർ ചില ശബ്ദങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ആംബിയൻ സൗണ്ട് എങ്ങനെയായിരുന്നു എന്ന് അടുത്ത ഘട്ടത്തിൽ സൗണ്ട് ഡിസൈനർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സൗണ്ട് ബെഡും പ്രൊഡക്ഷൻ സൗണ്ട് മിക്സർമാർ ചില സാഹചര്യങ്ങളിൽ റെക്കോർഡ് ചെയ്യും. അതായത് ആളുകളോ ഡയലോഗുകളോ ഒന്നുമില്ലാതെ സീൻ എടുത്ത ലൊക്കേഷന്റെ പൊതുവേ ഉള്ള ഒരു സൗണ്ട് ടെക്സ്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു റൂമിന്റെ സൗണ്ട് ടെക്സ്ചർ ആയിരിക്കില്ല ഒരു ഹാളിന് ഉണ്ടാകുക. അതുപോലെ തന്നെ ഔട്ട്ഡോർ ലൊക്കേഷനുകളുടെ സൗണ്ട് ടെക്സ്ചറും വ്യത്യാസമുള്ളതായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ലൊക്കേഷൻ സൗണ്ട് മിക്സർ ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് ബെഡ് ക്യാപ്ചർ ചെയ്യുന്നത് സൗണ്ട് ഡിസൈനർക്ക് പിന്നീട് സഹായകരമാകും. ഒരു പ്രൊഡക്ഷൻ സൗണ്ട് മിക്സർ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒന്ന്, മൈക്കിന്റെ പൊസിഷൻ. ലേപ്പൽ മൈക്കുകൾ നമ്മുടെ നെഞ്ചിന്റെ നടുവിലെ കുഴിയിൽ വരുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം. എന്നാൽ രണ്ടുപേർ കാറിൽ പോകുന്ന സീനാണെന്ന് കരുതുക. അതിൽ പലപ്പോഴും തല ഒരു ഭാഗത്തേക്ക് വെട്ടിച്ചുകൊണ്ട് സംസാരിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അത്തരം രംഗങ്ങളിൽ തല ഏതു ഭാഗത്തേക്കാണോ കൂടുതലായിട്ട് നീങ്ങുന്നത് അതിൻ്റെ അടുത്തേക്ക് മൈക്ക് വെക്കാൻ ശ്രദ്ധിക്കണം. മൈക്കിൻ്റെ ക്വാളിറ്റി ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല മൈക്കുകളും ഇൻഡോർ കാര്യങ്ങൾക്കും ഔട്ട്ഡോർ കാര്യങ്ങൾക്കുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്പനികൾ നിർമ്മിച്ചിട്ടുള്ളവയാണ്. അവയെ അതേ രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല ഔട്ട്പുട്ട് ലഭിക്കും. പിന്നീടുള്ളതാണ് സൗണ്ട് ഡാമ്പനിങ് എന്ന പരിപാടി. ചില ലൊക്കേഷനുകൾ സിങ് സൗണ്ട് പരിപാടിക്ക് യോജിച്ചതാവില്ല. എക്കോ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ലൊക്കേഷനുകളിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ആണെങ്കിൽ അത് മൈക്കിൽ മഫ്ലിംഗ് ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനറുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിന് വേണ്ട ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടി വരും. ചുമ്മാ റെക്കോർഡ് ചെയ്ത് പോവുക എന്നതല്ലാതെ ഇത്തരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കേണ്ടി വരുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിംഗ് എന്ന് പറയുന്ന ഈ ആദ്യത്തെ ഘട്ടം സാമാന്യം നല്ല സ്കിൽ ആവശ്യമുള്ളൊരു മേഖല തന്നെയാണ്. ഇന്ന് മലയാള സിനിമയിൽ സിങ് സൗണ്ട് പരിപാടി ഒരു സിനിമയിൽ ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങിയത് 20,000 രൂപ മുതൽ ഏറെക്കുറെ 40,000 രൂപ വരെ പ്രതിദിനം ചെലവുണ്ട്. ഈ ഒരു ചെലവും പലപ്പോഴും സിനിമാ സെറ്റുകളിൽ അച്ചടക്കം കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളതും ആയതുകൊണ്ട് ഇപ്പോഴും പല സിനിമാക്കാരും പരമ്പരാഗതമായ ADR അതായത് ഡബ്ബിംഗ് പരിപാടി തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഫിലിം മേക്കേഴ്സ് ഈ ADR എന്ന ഓട്ടോമാറ്റഡ് ഡയലോഗ് റീപ്ലേസ്മെന്റ് എന്ന സംഗതി ഉപയോഗിച്ചിരുന്നത് തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് അവർ ലൊക്കേഷനിൽ തന്നെയാണ് ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും തെറ്റുപറ്റുകയോ മാറ്റുകയോ ചെയ്യണമെങ്കിൽ മാത്രമാണ് ഡബ്ബിംഗ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ സിനിമകളിൽ മറ്റു ഭാഷകളിലെ നടീനടന്മാർ വന്ന് അഭിനയിക്കുന്നത് കൊണ്ട് സായിപ്പ് തിരുത്താൻ ഉപയോഗിച്ച മാർഗത്തെ നമ്മൾ മെയിൻ പരിപാടിയാക്കിയിട്ട് മാറ്റി. ഹോളിവുഡ് സിനിമകൾ ഡബ്ബിംഗ് ഉപയോഗിക്കുന്നില്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളനൊക്കെ IMAX ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട്. IMAX ക്യാമറ എന്ന് പറയുന്നത് വളരെ ശബ്ദമുള്ള തരം ക്യാമറയാണ്. അപ്പോൾ അത്തരം സീനുകളിൽ സ്വാഭാവികമായും ലൊക്കേഷൻ സൗണ്ട് മാത്രം ഉപയോഗിക്കാൻ സാധിക്കില്ല. മലയാളത്തിൽ സിങ് സൗണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടി വരുന്നുണ്ട്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഓണച്ചിത്രമായിട്ടുള്ള ഹൃദയപൂർവ്വം ഒരു സിങ് സൗണ്ട് സിനിമയാണ്. അതുപോലെ അഖിൽ സത്യൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിവിൻ പോളി ചിത്രമായ സർവമായ സിങ് സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. സമീപകാലത്ത് വന്നിട്ടുള്ള സിനിമകളിൽ മികച്ച സിങ് സൗണ്ടുള്ള സിനിമകളാണ് റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, പാച്ചും, അത്ഭുത വിളക്കും, ആട്ടം, പണി മുതലായവ. അങ്ങനെ സിനിമ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് മറ്റൊരു പ്രധാന ഘട്ടമായിട്ടുള്ള സൗണ്ട് ഡിസൈൻ ആരംഭിക്കുന്നത്. ചില സൗണ്ട് ഡിസൈനേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ സൗണ്ട് ഡിസൈൻ എന്ന പേര് ആ തസ്തികയ്ക്ക് പൂർണ്ണമായും യോജിച്ചതല്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. സൂപ്പർവൈസിങ് സൗണ്ട് എഡിറ്റർ എന്ന് വേണം ഒരർത്ഥത്തിൽ നമ്മുടെ സിനിമകളിൽ നടക്കുന്ന സൗണ്ട് ഡിസൈൻ പരിപാടിയെ വിളിക്കാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിക്കും സൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ശബ്ദം സ്ക്രാച്ചിൽ നിന്ന് സൃഷ്ടിക്കുന്ന പരിപാടിയാണ്. ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണം പറയാനാണെങ്കിൽ
ജുറാസിക് പാർക്ക് എടുത്താൽ മതി. ഫോസിലുകളിൽ നിന്ന് ദിനോസറുകൾ എങ്ങനെ ഉണ്ടാകുമെന്നൊരു ധാരണ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ശബ്ദത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഗ്യാരി റിഡ്സ്റ്റോം എന്ന സൗണ്ട് ഡിസൈനർ പുള്ളിയുടെ ഭാവന ഉപയോഗിച്ച് അത്രയും വലുപ്പമുള്ളൊരു റെപ്റ്റൈൽ അലറുമ്പോഴും അമറുമ്പോഴും ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് പല പല ശബ്ദങ്ങളെ പല പല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ശബ്ദമാണ് നമ്മൾ ആ സിനിമയിൽ കേട്ടത്. ഈ അടുത്ത് വന്നിട്ടുള്ള ഡൂൺ സിനിമകളിൽ നമ്മൾ കാണുന്ന എയർക്രാഫ്റ്റുകൾ സാങ്കല്പികമായിട്ടുള്ളതാണ്. അതിന് കൊടുത്തിട്ടുള്ള ശബ്ദവും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ലിറ്ററൽ മീനിങ് നോക്കുമ്പോൾ സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് അതിനെയാണ്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ സൗണ്ട് എഡിറ്റിങ്ങിൻ്റെ ഈ ഒരു പ്രധാന ഘട്ടത്തെ പൊതുവെ പറയുന്നത് സൗണ്ട് ഡിസൈനിങ് എന്ന് തന്നെയാണ്. സാധാരണഗതിയിൽ എഡിറ്റിംഗ് പൂർത്തിയായ ശേഷമാണ് സൗണ്ട് ഡിസൈനിങ് എന്ന പരിപാടി ആരംഭിക്കുന്നത്. സൗണ്ട് ഡിസൈനുകളിൽ 3 കാര്യങ്ങൾ പാരലലായിട്ട് നടക്കുന്നുണ്ട്: ഡയലോഗ് എഡിറ്റിംഗ്, സൗണ്ട് എഫക്ട്സ് എഡിറ്റിംഗ്, ഫോളി എഡിറ്റിംഗ്. ടെക്നിക്കലി സൗണ്ട് ഡിസൈനിൻ്റെ അണ്ടറിൽ വരുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലെ വർക്കിംഗ് സ്റ്റൈലിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ സൗണ്ട് ഡിസൈനിന് പാരലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡയലോഗ് എഡിറ്റിംഗ്. മിക്കപ്പോഴും ഡയലോഗ് എഡിറ്റ് ട്രാക്ക് നേരിട്ട് 3ാം ഘട്ടമായിട്ടുള്ള മിക്സിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യാറ്. വളരെയധികം സമയമെടുത്ത് സസൂക്ഷ്മം സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർമാരും പിന്നെ സിംഗ് സൗണ്ട് സിനിമകളിൽ റെക്കോർഡിങ്ങും ഡിസൈനിങ്ങും ഒരേ ആൾ തന്നെ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെയാണ് സൗണ്ട് ഡിസൈനിൻ്റെ അണ്ടറിൽ ഡയലോഗ് എഡിറ്റിംഗ് ഉണ്ടാവാറുള്ളത്. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയതാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കുന്ന പരിപാടി സൗണ്ട് ഡിസൈനിന് ഏതാണ്ട് പാരലലായിട്ടാണ് നടക്കുന്നത്. സിംഗ് സൗണ്ട് സിനിമകളിലാണ് ഡയലോഗ് എഡിറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ എക്സ്പെർട്ടീസ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള സിനിമകളിലുള്ള ശബ്ദങ്ങളിൽ നിന്ന് പല പല മൈക്കുകൾ ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുത്തിട്ടുള്ള ഡയലോഗിനെ ഏറ്റവും വൃത്തിയിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് അവരാണ്. ഒട്ടും ക്രിയേറ്റിവിറ്റി വേണ്ടാത്തൊരു തൊഴിലല്ല അത്. സൗണ്ട് ഡിസൈനറോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഡയലോഗ് എഡിറ്ററാണ് ഏത് സോഴ്സിൽ നിന്ന് വന്ന സൗണ്ടാണ് ഏറ്റവും അനുയോജ്യകരമായത് എന്ന് തീരുമാനിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അഭിനേതാവിൻ്റെ ദേഹത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള മൈക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ മഫിൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ബൂം മൈക്കിലുള്ള ശബ്ദമോ തൊട്ടടുത്തുള്ള ആർട്ടിസ്റ്റിൻ്റെ ദേഹത്ത് വെച്ചിട്ടുള്ള മൈക്കിൽ പതിഞ്ഞിട്ടുള്ള ശബ്ദമോ ഉപയോഗിക്കേണ്ടി വരും. ആട്ടം പോലെ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ ഒരു രംഗത്തിൽ തന്നെ 10-ലധികം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതിലെ ഓരോ നടന്മാരുടെയും ദേഹത്ത് ഓരോ മൈക്കുകൾ വെച്ചിട്ടുണ്ടാകും. എല്ലാ മൈക്കിലും എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ശബ്ദം ക്യാപ്ചർ ചെയ്യപ്പെടുന്ന അത്തരം രംഗങ്ങളിൽ ഡയലോഗ് എഡിറ്ററുടെ ജോലി സാമാന്യം കഠിനം തന്നെയാണ്. ഏതെങ്കിലും ഒരു ഡയലോഗ് ഏത് മൈക്കിൽ നിന്നാണ് ഏറ്റവും നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് ബാക്കിയുള്ള മൈക്കുകളിലുള്ള ശബ്ദങ്ങളെ ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഡയലോഗ് എഡിറ്ററാണ്. ഡയലോഗ് എഡിറ്റർമാർ ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് ഫേസ് മാച്ചിങ്. ഇത് മറ്റൊന്നുമല്ല, ലേപ്പൽ മൈക്ക് എന്ന് പറയുന്നത് മിക്കവാറും ആർട്ടിസ്റ്റിന്റെ ദേഹത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിനെ കൂടാതെ ബൂം മൈക്ക് ഉപയോഗിച്ചിട്ടും ഒരേ രംഗം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ 2 മൈക്കുകളും തമ്മിൽ ഡയലോഗ് സോഴ്സിൽ നിന്ന് വ്യത്യസ്തമായ അകലമുള്ളതുകൊണ്ട് ഒന്ന് ആർട്ടിസ്റ്റിന്റെ തൊട്ടടുത്തും മറ്റേത് തലയ്ക്ക് മുകളിലോ താഴെയോ ആയിട്ട് കുറച്ച് ദൂരെ ആവുന്നതുകൊണ്ട് ഈ ഫിസിക്കൽ ഡിസ്റ്റൻസ് കാരണം ശബ്ദത്തിലുണ്ടാകുന്ന ചെറിയ ഡിലേ കറക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഫേസ് മാച്ചിങ്. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത മികച്ച ഡയലോഗ് എഡിറ്റിംഗ് ഉണ്ടായിട്ടുള്ള ഈ അടുത്ത് വന്ന ഒരു നല്ല സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ്. ഞാൻ ആദ്യമേ പറഞ്ഞ ഉദാഹരണമായ ആട്ടവും ഡയലോഗ് എഡിറ്റിംഗ് മികച്ചു നിൽക്കുന്ന മറ്റൊരു ഉദാഹരണമാണ്. സിനിമ ഡബ്ബിംഗ് ആകുമ്പോഴും അവിടെയും ഡയലോഗ് എഡിറ്റർക്ക് ജോലിയുണ്ട്. പക്ഷേ അത് സിംഗ് സൗണ്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരല്പം എളുപ്പമാണ്. ഇന്നത്തെ സിനിമകളിൽ ഡബ്ബിംഗ് സിനിമകൾക്ക് ഒരു സിംഗ് സൗണ്ട് ഫീൽ ലഭിക്കാൻ 2 മൈക്കുകൾ, അതായത് ബൂം മൈക്കും പ്രൈമറി മൈക്കും ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഫേസ് മാച്ചിങ് പരിപാടി ഇതിലും ആവശ്യമുള്ളതാണ്. ഡബ്ബ് ചെയ്യുമ്പോൾ അല്ലറ ചില്ലറ ലിപ്സിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഡയലോഗുകൾ പറയുന്നതിനിടയിൽ ലിപ് സ്മാക്ക് ചെയ്യുന്ന ശബ്ദമൊക്കെ ഒഴിവാക്കുന്നതുമൊക്കെ ഡയലോഗ് എഡിറ്ററാണ്. ഇനി വരുന്ന ഒരു ലെയറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡബ്ബിംഗ്. ADR എന്ന ഈ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റേൺ ഫിലിം മേക്കേഴ്സ് ഏതെങ്കിലും ഡയലോഗുകളിൽ കറക്ഷൻ ഉണ്ടെങ്കിലോ ക്ലാരിറ്റി പ്രശ്നമുണ്ടെങ്കിലോ മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. ഇന്നത്തെ ഹോളിവുഡ് സിനിമകളിൽ ഒരുപക്ഷെ അഭിനേതാവില്ലാതെ CGI കൂടുതലുള്ള സീനുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഡബ്ബ് ചെയ്യും. പക്ഷെ നമ്മുടെ ഇവിടെ ഡബ്ബിംഗ് എന്നത് മിക്കപ്പോഴും ഡയലോഗിൻ്റെ പ്രധാന സോഴ്സാണ്. ഇനി വരുന്നത് ഫോളി. ഫോളി എന്ന് പറയുന്നത് നമ്മൾ സീനുകളിൽ കാണുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കഥാപാത്രം ഒരു പ്രത്യേക തരം ബൂട്ടിട്ട് പൂഴിയിലൂടെ നടക്കുന്ന സീനാണെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ പൂഴി വിതറിയിട്ട് സിമിലർ ആയിട്ടുള്ള ബൂട്ട് ഉപയോഗിച്ച് ആ കഥാപാത്രം നടക്കുമ്പോൾ അയാളുടെ കാലിൻ്റെ ചലനം നോക്കിയിട്ട് ഫോളി ആർട്ടിസ്റ്റുകൾ ആ ശബ്ദം റീക്രിയേറ്റ് ചെയ്യും. ബൂട്ട് ഒരു ഉദാഹരണം മാത്രമാണ്. ഇട്ടിരിക്കുന്ന ഷർട്ട് ചുളിയുന്നതിൻ്റെ ശബ്ദം മുതൽ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെക്കുമ്പോൾ അതിൻ്റെ ശബ്ദം വരെ, അതും ഗ്ലാസ്സിൽ വെള്ളമുണ്ടെങ്കിൽ ഒരു ശബ്ദം, ഇല്ലെങ്കിൽ വേറൊരു ശബ്ദം, അങ്ങനെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഫോളി ആർട്ടിസ്റ്റുകൾ ശബ്ദം പുനഃസൃഷ്ടിക്കുന്നത്. ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള കുറുക്കു വഴികളും ഇവർക്കറിയാം.
ഉദാഹരണം പറയുകയാണെങ്കിൽ കുതിരയുടെ കുളമ്പടി ശബ്ദം ഒറിജിനലിന് സമാനമായ രീതിയിൽ ചെയ്യണമെങ്കിൽ ഏത് സർഫസിൽ എന്ത് സാധനം ഉപയോഗിച്ചിട്ട് അടിച്ചാൽ അത് കിട്ടും എന്നവർക്കറിയാം. ഫിലിം കമ്പാനിയൻ എന്ന ചാനലിന്റെ ചീറ്റ് ഷീറ്റ് എന്ന സീരീസിന്റെ ഭാഗമായിട്ട് ഫോളി പരിപാടി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അവർ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഇൻഫോ കാർഡിലോ കൊടുക്കാൻ നോക്കാം. ഫോളി ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ എഡിറ്ററും മിക്സറും ഒക്കെ ഉണ്ട്. സൗണ്ട് എഫക്ട്സ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ചില ശബ്ദങ്ങളും പശ്ചാത്തലവും എല്ലാം സൗണ്ട് ബെഡിലേക്ക് ആഡ് ചെയ്യുന്ന പരിപാടിയാണ്. പ്രധാനമായും ലൈബ്രറി സൗണ്ടുകളും റെക്കോർഡഡ് സൗണ്ടുകളും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സൗണ്ട് എഫക്ട്സ് എഡിറ്റിംഗ്. ഈ അടുത്ത് ശ്രീ M.R. രാജാകൃഷ്ണൻ എമ്പുരാൻ സിനിമയുടെ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ആ സിനിമയിൽ ഹെലികോപ്റ്ററുകളുടെ ശബ്ദമൊന്നും റെക്കോർഡ് ചെയ്യാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓൺലൈനിൽ ലഭിക്കുന്ന സൗണ്ട് ലൈബ്രറികളിൽ നിന്ന് വാങ്ങിയിട്ടാണ് അവ ഉപയോഗിച്ചത് എന്ന്. ഇങ്ങനെ സൗണ്ട് ഡിസൈനർമാരുടെ കയ്യിലുള്ള ശബ്ദങ്ങളും ഇങ്ങനെ വാങ്ങുന്ന ശബ്ദങ്ങളും പിന്നെ സിനിമകൾക്ക് വേണ്ടി പ്രത്യേകം റെക്കോർഡ് ചെയ്യുന്ന ശബ്ദങ്ങളും സൗണ്ട് എഫക്ട്സ് ചെയ്യുന്ന സമയത്ത് സിനിമയിലേക്ക് ആഡ് ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ഇത്തരം ശബ്ദങ്ങൾ ലൊക്കേഷനിൽ പോയി റെക്കോർഡ് ചെയ്യപ്പെടാറുണ്ട്. പഴശ്ശിരാജ സിനിമയിൽ സൈനികരുള്ള ചില രംഗങ്ങൾ സൗണ്ട് ശരിയാക്കാൻ വേണ്ടി റസൂൽ പൂക്കുട്ടി ശബ്ദം ഒപ്പിയെടുക്കാൻ വേണ്ടി മാത്രം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രേമം എന്ന സിനിമ സിങ് സൗണ്ട് അല്ല എന്നത്. പക്ഷേ ഈ സിനിമയിലും അതിലെ കോളേജ് അറ്റ്മോസ്ഫിയർ എല്ലാം സ്വാഭാവികമായിട്ട് വരാൻ വേണ്ടി അതിൻ്റെ സൗണ്ട് ഡിസൈനർമാരായിരുന്ന ശ്രീശങ്കറും വിഷ്ണു ഗോവിന്ദും കോളേജ് ആംബിയൻസ് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് എഡിറ്റർമാരാണ് ലൈബ്രറിയിലുള്ള സൗണ്ട് എഫക്ട്സുകളും റെക്കോർഡ് ചെയ്ത സൗണ്ടുകളും ഒക്കെ സീനിനനുസരിച്ചിട്ട് ട്രാക്ക് ലേ ചെയ്യുന്നത്. ഇത്തരത്തിൽ സൗണ്ട് എഡിറ്റർമാർ ട്രാക്ക് സെറ്റ് ചെയ്യുകയും അതിന് പാരലായിട്ട് ഫോളി ആർട്ടിസ്റ്റുകൾ അവർ ഒരുക്കിയിട്ടുള്ള സൗണ്ട് ട്രാക്ക് പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ രണ്ട് പരിപാടികളും സൗണ്ട് ഡിസൈനറുടെ സൂപ്പർവിഷനിലാണ് നടക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാലാണ് സൗണ്ട് ഡിസൈനർ പൂർണ്ണമായും അതിൻ്റെ മേലെ ഇരിക്കുന്നത്. ബാക്കിയുള്ളവർ സീനിൽ വരുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ശബ്ദങ്ങൾ ആഡ് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അതിനൊരു ജീവൻ കൊടുക്കുന്ന വ്യക്തി സൗണ്ട് ഡിസൈനറാണ്. സംവിധായകൻ തന്നോട് തിരക്കഥ പറയുന്ന സമയത്ത് തന്നെ സ്വന്തം മനസ്സിൽ ഈ സിനിമ ഏത് രീതിയിൽ സൗണ്ട് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ട വ്യക്തിയാണ് സൗണ്ട് ഡിസൈനർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പഴയ വാതിൽ തുറക്കുന്ന രംഗം ഒരു ഹൊറർ സിനിമയിലാണ് വരുന്നത് എന്ന് വിചാരിക്കുക. ആ വാതിൽ ക്രീക്ക് ചെയ്യുന്നൊരു ശബ്ദം ഏത് രീതിയിലുള്ളതാകണമെന്ന് സൗണ്ട് ഡിസൈനർക്ക് മനസ്സിൽ വ്യക്തമായ ഒരു ധാരണ വേണം. സൗണ്ട് എഡിറ്റർ ഉപയോഗിച്ചിട്ടുള്ള ശബ്ദം സൗണ്ട് ഡിസൈനറുടെ മനസ്സിലുള്ള വിഷനുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ആ ശബ്ദം ആ വിഷനുമായിട്ട് ചേരുന്നില്ല എങ്കിൽ ഒന്നെങ്കിൽ അത് മാറ്റണം, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിലൊന്ന് എൻഹാൻസ് ചെയ്യണം. ഇപ്പോൾ രജനീകാന്ത് സിനിമയിൽ അദ്ദേഹം കൈകൊണ്ട് ഓരോ ആക്ഷൻ കാണിക്കുമ്പോൾ വരുന്ന ശബ്ദം നമ്മൾ ഈ പറയുന്ന മാസ് എലമെന്റ് തോന്നിക്കണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ശബ്ദമായിരിക്കണം എന്നതിനെക്കുറിച്ച് സൗണ്ട് ഡിസൈനർക്ക് ഒരു ധാരണ വേണം. പിന്നെ ശബ്ദങ്ങളോടൊപ്പം വരുന്ന വൂഷ് ശബ്ദങ്ങൾ പൊതുവെ സംഘട്ടന രംഗങ്ങളിലാണ് നമ്മളത് കാണാറുള്ളത്. സൗണ്ട് എഡിറ്റർ ഒരു പഞ്ചിൻ്റെ ശബ്ദം അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ശബ്ദം മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കി ആ ശബ്ദത്തിനൊപ്പം ഈ പറയുന്ന വൂഷ് ആഡ് ചെയ്തുകൊണ്ട് അതിന് മൊത്തത്തിൽ ഒരു ഇടികൊണ്ട ഫീല് കൊണ്ടുവരുന്നത് സൗണ്ട് ഡിസൈനറാണ്. ചിലപ്പോൾ ഒരു സീനിൽ സൗണ്ട് എഫക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റും ഫോളി ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ രീതിയിൽ ഒരേ സംഭവത്തിന് സൗണ്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതിലേതാണ് സിനിമയ്ക്ക് നല്ലത് എന്ന് തീരുമാനിക്കുന്നത് സൗണ്ട് ഡിസൈനറാണ്. അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതും പുള്ളിയാണ്. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് സൗണ്ട് മിക്സിംഗ്. പ്രിയപ്പെട്ട സിനിമകൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ റിലീസിന്റെ അവസാന ഘട്ടത്തിൽ അണിയറ പ്രവർത്തകർ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്നും പറഞ്ഞൊരു ഫോട്ടോ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സംവിധായകനും സൗണ്ടിലെ ടെക്നീഷ്യൻസും മ്യൂസിക് ഡയറക്ടറും ഒക്കെ ഒരുമിച്ച് നിന്നിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഘട്ടമാണ് ഫൈനൽ മിക്സ് എന്ന് പറയുന്നത്. സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ ചെയ്യുന്ന അടിസ്ഥാനപരമായ പരിപാടി നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സൗണ്ടിനെ ഡിഫൈൻ ചെയ്യുകയാണ്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഏത് ശബ്ദം നമ്മൾ കൂടുതൽ കേൾക്കണം, കുറവ് കേൾക്കണം എന്നതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് സൗണ്ട് മിക്സിംഗ് ഘട്ടത്തിലാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡയലോഗും നേരത്തെ നമ്മൾ പറഞ്ഞ സൗണ്ട് എഫക്ട്സിലുള്ള ശബ്ദങ്ങളും എല്ലാം ഉള്ള ഒരു ടോട്ടൽ പാക്കേജിൽ ചില സീനുകളിൽ ഡയലോഗ് ആയിരിക്കും മുകളിൽ നിൽക്കേണ്ടത്, ചില സീനുകളിൽ സൗണ്ട് എഫക്ട്സ് ആയിരിക്കണം മുകളിൽ നിൽക്കേണ്ടത്. സീനിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് നോക്കിയിട്ട് സ്വന്തം ക്രിയേറ്റീവ് സെൻസ് ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് ഡിസൈനറോടും സിനിമയുടെ സംവിധായകനോടും മ്യൂസിക് ഡയറക്ടറോടും ഒക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ശബ്ദം സന്നിവേശിപ്പിക്കുന്ന ആളാണ് സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ. ഡയലോഗുകൾ ഏത് സ്പീക്കറിൽ നിന്ന് വരും എന്നത് തീരുമാനിക്കുന്നത് മിക്സിങ്ങിലാണ്. ഒരു കഥാപാത്രം സ്ക്രീനിൻ്റെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് നടക്കുകയാണെങ്കിൽ ആ ഒരു രംഗത്തിൽ ശബ്ദം പാൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് മിക്സിങ്ങിലാണ് സംഭവിക്കുന്നത്. ശബ്ദങ്ങൾ തമ്മിൽ ക്ലാഷ് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫൈറ്റ് സീക്വൻസിൽ ഒരു ഇടിയുടെ ശബ്ദം സൗണ്ട് ഡിസൈനർ എഫക്ട്സ് ഉപയോഗിച്ച് ചെയ്തതുണ്ടാകും. ഒരുപക്ഷെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ ആൾ ഒരു ശബ്ദം ഇടിക്ക് മാച്ച് ആകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും. ഈ രണ്ട് ശബ്ദങ്ങളും ക്ലാഷ് ആകാത്ത രീതിയിൽ സിനിമയ്ക്ക് നല്ലത് ഏതാണ് എന്ന് തീരുമാനിച്ച് വേണ്ടത് തിരഞ്ഞെടുക്കുന്നത് സൗണ്ട് മിക്സിങ്ങിലുള്ള വ്യക്തിയാണ്. സൗണ്ട് മിക്സിങ്ങിനും പല
ഘട്ടങ്ങളുണ്ട്. ആദ്യം എല്ലാത്തിൻ്റെയും പ്രീമിക്സ് നടക്കുന്നുണ്ട്. ഡയലോഗ് പ്രീമിക്സ്, എഫക്ട്സ് പ്രീമിക്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രീമിക്സ് എന്നിങ്ങനെയാണ് ആ ഘട്ടങ്ങൾ. ഈ പ്രീമിക്സിൽ പൊതുവെ നടക്കുന്നത് ഓഡിയോയുടെ പാനിങ്ങും വോളിയം ഈക്വലൈസിങ്ങും റീവർബുകൾ ആഡ് ചെയ്യുന്നതും ഒക്കെയാണ്. ഓഡിയോ പാനിങ് എന്ന് പറയുന്നത് ഞാൻ കുറച്ചു മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു കഥാപാത്രം സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ശബ്ദത്തിനും സമാനമായ ഒരു ഡയറക്ഷൻ കൊടുക്കണം. അതാണ് പാനിങ്. പിന്നെ റീവേർബുകൾ. നമ്മുടെ ശബ്ദങ്ങൾ സ്വാഭാവികമായിട്ട് തോന്നുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ റിഫ്ലക്ഷനുകളാണ്. ഒരു റൂമിലുള്ള റിഫ്ലക്ഷൻ ആയിരിക്കില്ല ഒരു ഹാളിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. ശബ്ദത്തിൻ്റെ വലിയ സ്കെയിലിലുള്ള റിഫ്ലക്ഷനെയാണ് നമ്മൾ എക്കോ എന്ന് പൊതുവെ പറയാറുള്ളത്. അതൊരു സർവ്വസാധാരണമായ സംഭവമല്ല. പൊതുവേ നമ്മളെല്ലാം ജീവിതത്തിൽ ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് ചെറിയ റിഫ്ലക്ഷനുകളാണ്. ഇത്തരത്തിലുള്ള ചെറിയ റിഫ്ലക്ഷനുകളാണ് റീവേർബുകൾ എന്ന് പറയുന്നത്. ഈ റീവേർബുകൾ ആഡ് ചെയ്യപ്പെടുന്നത് പ്രീ മിക്സിംഗ് ഘട്ടത്തിലാണ്. ഡയലോഗ് ട്രാക്കുകൾക്ക് റീവേർബുകൾ ആഡ് ചെയ്യും, സൗണ്ട് എഫക്ട്സുകൾക്ക് റീവേർബുകൾ ആഡ് ചെയ്യും. പശ്ചാത്തല സംഗീതത്തിൽ വരെ വേണമെങ്കിൽ റീവേർബുകൾ ആഡ് ചെയ്താൽ അതിൻ്റെ എഫക്റ്റിന് ഒരു മാറ്റം ഉണ്ടാകും. പല സിനിമകളും കാണുമ്പോൾ അത് ഡബ് ചെയ്തതാണെന്ന് തോന്നില്ല, സിങ് സൗണ്ട് പോലെ തന്നെയുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള റീവേർബുകൾ സീനിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. പ്രീമിക്സ് എഞ്ചിനീയർ ചെയ്യുന്ന ഈ ഒരു പരിപാടിക്ക് ശേഷമാണ് മെയിൻ മിക്സിംഗ് എഞ്ചിനീയർ ഇതിലിരിക്കുന്നത്. തൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള ഡയലോഗ് ട്രാക്ക്, എഫക്ട്സ് ട്രാക്ക്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് സിനിമയ്ക്ക് ഏതാണോ ഏറ്റവും മികച്ച റിസൾട്ട് തരുന്നത് അത് മനസ്സിലാക്കിയിട്ട് ശബ്ദം മിക്സ് ചെയ്യുന്നത് അദ്ദേഹമാണ്. സൗണ്ട് എഡിറ്റർ ചെയ്തതിൽ സൗണ്ട് ഡിസൈനർ ക്രിയേറ്റീവായിട്ട് നോക്കി മാറ്റങ്ങൾ വരുത്തുന്നത് പോലെയാണ് പ്രീമിക്സ് എഞ്ചിനീയർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യത്തെ മിക്സിംഗ് എഞ്ചിനീയർ നോക്കുന്നത്. ആംബിയൻസ് സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും മിക്സിങ്ങിലാണ്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ അവർ ബാക്കി സ്ഥലങ്ങളിൽ നിൽക്കുന്നത് പോലെയല്ല ആ കഥാപാത്രങ്ങൾ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കേൾക്കുന്ന ശബ്ദം. ഈ ഒരു ഗുഹയുടെ പ്രതീതി എത്രത്തോളം വേണമെന്നുള്ളത് സൃഷ്ടിക്കുന്നത് സൗണ്ട് മിക്സിങ്ങിലാണ്. പലപ്പോഴും സൗണ്ട് മിക്സിങ്ങിൽ ചെയ്യുന്ന സാധനം സൗണ്ട് ഡിസൈനിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മിക്സിങ്ങിലും ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കഥാപാത്രം പെട്ടെന്ന് ഷോക്കായി തരുത്തു നിൽക്കുമ്പോൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങൾ കാണിക്കുമ്പോൾ പൊതുവെ നമ്മൾ കാണാറുള്ളത് ശബ്ദം ഭയങ്കര മഫിളാകുന്നതാണ്. ഈ ഒരു സംഗതി തിരക്കഥയിൽ ആദ്യമേ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സൗണ്ട് ഡിസൈനർക്ക് തന്നെ ചെയ്യാം. എന്നാൽ മിക്സിംഗ് ഘട്ടത്തിൽ മിക്സ് ചെയ്യുന്ന വ്യക്തിക്ക് തോന്നുകയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ സീനിന് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഘട്ടത്തിൽ മിക്സിംഗ് എഞ്ചിനീയർ ആകും ആ ഒരു പരിപാടി ചെയ്യുന്നത്. സൗണ്ട് ഡിസൈനിങ്ങും മിക്സിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ സിനിമയെ മെച്ചപ്പെടുത്തുന്ന ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. ചില സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും തമ്മിൽ ഒരു സിങ്ക് ആവശ്യമുണ്ടാകും. തുടരും സിനിമയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഡിസൈനിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്ന് നമ്മൾ അതിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പല സീനുകളെയും ബെറ്റർ ആക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് ഈ അടുത്ത് വിഷ്ണു ഗോവിന്ദ് പറഞ്ഞിരുന്നു. ഇത്രയും കേട്ടതിൽ നിന്ന് എത്രത്തോളം സൂക്ഷ്മതയും ക്രിയാത്മകതയും വേണ്ട ഒരു കാര്യമാണ് സിനിമയിൽ ശബ്ദം എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്ത സിനിമകളിൽ പല പല സാങ്കേതിക കാരണങ്ങളാൽ ഓരോ ഘട്ടങ്ങളിലും ഡിലേ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം പ്രഷർ താങ്ങേണ്ടി വരുന്നത് ഒടുക്കം സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡിസൈൻ ചെയ്യാനും മിക്സ് ചെയ്യാനും കൂടി 30 ദിവസം വേണമെന്ന് ആദ്യമേ പറഞ്ഞാലും പലപ്പോഴും റിലീസ് ഡേറ്റിന് 30 ദിവസം മുന്നേ പണി തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത ഫൂട്ടേജ് ഡിസൈനർമാർക്കോ മിക്സർമാർക്കോ കിട്ടാറില്ല. നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പല സിനിമകളുടെയും ഫൈനൽ മിക്സ് ലോക്ക് ആകുന്നത് റിലീസിന്റെ തലേ ദിവസമായിരിക്കും. സംഭവം സിനിമകളുടെ നിലവാരത്തിന്റെ കാര്യത്തിൽ കോർപ്പറേറ്റ് ഇടപെടൽ കാരണം നിലവിൽ പിറകിലാണെങ്കിലും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ട സമയം കൊടുത്ത് റിലീസ് ഡേറ്റിന് മുന്നേ തന്നെ സിനിമ ലോക്ക് ചെയ്യുന്നതിൽ ബോളിവുഡ് ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ വലിയ സിനിമകളിൽ പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴും പല സിനിമകളും റിലീസ് ഡേറ്റിന്റെ തലേന്നാവും മിക്സ് ചെയ്തുകൊണ്ട് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഈ അടുത്ത് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ നേരിട്ട ഒരു അനീതിയെക്കുറിച്ച് പറയാം. ഞാൻ മേലെ പറഞ്ഞ ശബ്ദത്തിന്റെ 3 മേഖലകൾ, അതായത് ലൊക്കേഷൻ സൗണ്ട് മിക്സിംഗ് എന്ന സിങ് സൗണ്ട്, പിന്നീട് സംഭവിക്കുന്ന സൗണ്ട് ഡിസൈൻ, അതിനുശേഷമുള്ള സൗണ്ട് മിക്സിംഗ്, 69ാം നാഷണൽ അവാർഡ് വരെ ഈ 3 കാറ്റഗറിയിലും ദേശീയ അവാർഡ് കൊടുത്തിരുന്നു. എന്നാൽ അല്ലു അർജുന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച 70ാം നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഈ 3 കാറ്റഗറിയെ വെട്ടിച്ചുരുക്കി സൗണ്ട് ഡിസൈൻ ചെയ്യുന്നവർക്ക് മാത്രമാക്കി ഒരു അവാർഡാക്കി ഒതുക്കി. ഈ മേഖലയിലുള്ളവർ ഇതിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും ഒഴിവാക്കിയ കാറ്റഗറികൾ ഇതുവരെ പുനഃസ്ഥാപിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. പ്രതിഷേധം കുറയ്ക്കാനെന്നോണം ഇത്തവണത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഫൈനൽ മിക്സിന് പ്രത്യേക ജൂറി പരാമർശം എന്ന രീതിയിൽ അവാർഡ് നൽകിയിട്ടുണ്ട്. ഏറ്റവും ആദ്യഘട്ടമായിട്ടുള്ള പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിംഗ് ഇപ്പോഴും അവഗണനയിലാണ്. 68ാം നാഷണൽ അവാർഡിൽ പ്രൊഡക്ഷൻ സൗണ്ട് മിക്സിങ്ങിന് നാഷണൽ അവാർഡ് ജൂറി അവാർഡ് കൊടുത്തത് കേട്ടാൽ സിങ് സൗണ്ട് പോലെ ഉണ്ട് എന്ന് തോന്നുന്ന ഡബ് ചെയ്ത കന്നഡ സിനിമയ്ക്കാണ്. അത്രയ്ക്കും ബോധമില്ലാത്തവർ സ്വന്തം കഴിവുകേട് തുറന്നു കാണിച്ച ആ കാറ്റഗറിയൊക്കെ പുനഃസ്ഥാപിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം.
പിന്നീട് ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു തർക്കമാണ് തിയേറ്ററുകളും സൗണ്ട് മിക്സിംഗ് ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ളത്. പലപ്പോഴും നമ്മൾ ഡയലോഗ് വ്യക്തമായില്ല, ക്ലിയർ ആയില്ല, മിക്സിംഗ് ശരിയായിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ തിയേറ്ററുകളുടെ പാളിച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു മിക്സിംഗ് എഞ്ചിനീയർ അയാളുടെ സ്യൂട്ടിലിരുന്ന് മിക്സ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക വോളിയത്തിൽ കാലിബ്രേറ്റ് ചെയ്യപ്പെട്ട സ്പീക്കറുകളിലായിരിക്കും. എന്നാൽ പലപ്പോഴും തിയേറ്ററുകൾ അവരുടെ സൗകര്യാർത്ഥം ശബ്ദം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അത് മിക്സിംഗ് എഞ്ചിനീയർ ചെയ്തു വെച്ചതിൽ നിന്നും വ്യത്യാസമുള്ള ഔട്ട്പുട്ടാണ് പ്രേക്ഷകന് കൊടുക്കുക. പലപ്പോഴും മിക്സിംഗ് എഞ്ചിനീയർമാർ പരാതി പറയുന്ന ഒരു കാര്യമാണ് തിയേറ്ററുകളിലെ സ്പീക്കറുകളുടെ കാലിബ്രേഷൻ നടത്താറില്ല എന്നത്. സ്പീക്കറുകളിൽ ചിലപ്പ് വരിക, അല്ലെങ്കിൽ അതിൽ നിന്ന് ശബ്ദം കേൾക്കാതിരിക്കുക എന്നൊക്കെ സംഭവിച്ച് അഥവാ ആ സ്പീക്കർ മാറ്റുകയാണെങ്കിൽ ചുമ്മാ മാറ്റിയതുകൊണ്ട് മാത്രം അതിൻ്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് ലഭിക്കില്ല. ഡോൾബി പോലെയുള്ള കമ്പനികളുടെ ആളുകൾ വന്ന് അതിനെ കാലിബ്രേറ്റ് ചെയ്യണം. പലപ്പോഴും ഈ ഒരു കാര്യം തിയേറ്ററുകളിൽ നടക്കാറില്ല. പല തിയേറ്ററുകളും അവരുടേതായ രീതിയിലാണ് ശബ്ദത്തിൻ്റെ പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇന്ന് കേരളത്തിലെ പല ബാൽക്കണിയുള്ള വലിയ സ്ക്രീനുകളും ഡോൾബി അറ്റ്മോസിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ഡോൾബി അറ്റ്മോസ് അവർ ബാൽക്കണി തിയേറ്ററുകളിൽ റെക്കമെൻഡ് ചെയ്യുന്നേയില്ല. ബാൽക്കണിയിലുള്ളവർക്ക് വ്യക്തമായി കേൾക്കണമെന്ന രീതിയിൽ അത്തരം സ്പീക്കറുകൾ കാലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ താഴെ മുന്നിലേക്ക് ഇരിക്കുന്നവർക്ക് ലഭിക്കുന്ന ശബ്ദം അത്ര ഗുണമുള്ളതാവില്ല. പലപ്പോഴും തലവേദന വരെ വരാം. ഇനി ഈ ശബ്ദം അവർക്ക് തോന്നിയതുപോലെ മാറ്റുന്നതിന് തിയേറ്ററുകളെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? തെന്നിന്ത്യൻ സിനിമകളുടെ കാര്യത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ ഇവിടെ സിനിമകൾ ആഘോഷിക്കപ്പെടുന്നതിൻ്റെ ഒരു സ്വഭാവം കാരണം പലപ്പോഴും മിക്സ് ചെയ്യുന്നവർ സ്പീക്കറുകളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ ഈ പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കാൻ വേണ്ടി ശബ്ദം സ്വല്പം കൂട്ടിവെക്കും. ഈ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് മലയാളത്തിലെയും തമിഴിലെയും ഒക്കെ സിനിമകൾ വരുമ്പോൾ തിയേറ്ററുകാർ സ്വന്തം തടി നോക്കും. നല്ല വിലയുള്ള സ്പീക്കറുകൾ വാങ്ങി വെച്ചിട്ടുള്ളത് കുറച്ചു കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഈ ഒരു പ്രശ്നം ഹോളിവുഡ്, ബോളിവുഡ് സിനിമകൾക്ക് പൊതുവേ ഉണ്ടാകാറില്ല. കാരണം അവർ അവിടെ സൗണ്ട് മിക്സ് ചെയ്യുന്ന വോളിയത്തിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മിക്സിംഗ് വോളിയം ഒരു പരിധിക്കപ്പുറം കടക്കാത്ത രീതിയിൽ ഒരു മാനദണ്ഡം സെൻസറിംഗ് ലെവലിൽ കൊണ്ടുവരികയും കൊടുത്തിട്ടുള്ള വോളിയത്തിൽ തന്നെ സിനിമകൾ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ തിയേറ്ററുകളിൽ പരിശോധനയ്ക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്താൽ ഈ പരസ്പരം പഴിചാരൽ ഒഴിവാക്കാൻ സാധിക്കും. സിനിമയിലെ ശബ്ദത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങളുടെ അറിവിനെ ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും ഈ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്